ബി.ജെ.പി. കേരളത്തിൽ സംഘടനാപരമായും രാഷ്ട്രീയപരമായും പല പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ നടത്തിയ പരീക്ഷണങ്ങളൊന്നും തന്നെ സംഘടനാപരമായും രാഷ്ട്രീയമായും വിജയിച്ചിട്ടുള്ള ഒന്നുമല്ല. അത്തരമൊരു സംഘടനാപരമായ പരീക്ഷണമാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രസിഡന്റ് പദവി. അതിനു മുമ്പ് ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിച്ചുകൊണ്ടിരുന്ന വി മുരളീധരനെ കേരളത്തിൽ കൊണ്ടുവന്ന് സംസ്ഥാന അധ്യക്ഷനാക്കി മാറ്റി. അതിനുശേഷം രാഷ്ട്രീയമായി ഒരു ബന്ധവും ഉണ്ടാകാഞ്ഞ, ഒരു ബന്ധവുമില്ലാത്ത, എന്നാൽ എല്ലാവർക്കും സമാദരണീയനായിട്ടുള്ള പരിവാർ പ്രസ്ഥാനത്തിന്റെ ശക്തനായിട്ടുള്ള നേതാവായ കുമ്മനം രാജശേഖരനെ ബി.ജെ.പിയുടെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചു. പക്ഷെ ഇതൊന്നും തന്നെ വിജയകരമായിട്ടുള്ള ഒരു പരീക്ഷണമായിരുന്നില്ല. അല്ലെങ്കിൽ ഈ പരീക്ഷണങ്ങളൊന്നും തന്നെ വിജയത്തിലെത്തിക്കാനായിട്ട് കേന്ദ്ര നേതൃത്വത്തിന് സാധിച്ചുമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ബി.ജെ.പിയുടെ അധ്യക്ഷ പദവിയിലേക്ക് വരും എന്ന് ഏവരും പ്രതീക്ഷിച്ച മൂന്ന് വ്യക്തികളാണ്. ഒന്ന് എം.ടി. രമേശ്, മറ്റൊന്ന് ശോഭാ സുരേന്ദ്രൻ, അതുപോലെ തന്നെ എ.എൻ. രാധാകൃഷ്ണൻ. പക്ഷേ പാതിവില വിൽപ്പനയിൽ വിലയിടിഞ്ഞു പോയൊരു നേതാവാണ് എൻ രാധാകൃഷ്ണൻ. അതോടുകൂടി അദ്ദേഹത്തിന്റെ ചിത്രം ഈ ഒരു പാനലിൽ നിന്ന് പുറത്തുപോയി. മറ്റൊരാള് ബി.ജെ.പിയുടെ സൗമ്യമുഖമായ എം.ടി. രമേശാണ്. വളരെ കാലമായി ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറിയായും ഉപാധ്യക്ഷനുമായൊക്കെ പ്രവർത്തിക്കുന്ന ശ്രീമാൻ എം.ടി. രമേശ് നല്ലൊരു സംഘാടകനും പ്രവർത്തകരുടെ ഇടയിൽ സമാദരണീയനുമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. മറ്റൊരാളെ ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ച് നല്ലൊരു ക്രൗഡ് പുള്ളറാണ് ശോഭാ സുരേന്ദ്രൻ. മത്സരിച്ച എല്ലായിടങ്ങളിലും കൊടുങ്കാറ്റ് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്. മാത്രമല്ല പ്രവർത്തകരുടെ ഇടയിൽ നല്ല ആവേശമുള്ളതും സമുദായത്തിന്റെ ഇടയിൽ സ്വീകാര്യതയുള്ളതുമായ ഒരു നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. അങ്ങനെ ഈ പേരുകളെല്ലാം പരിഗണനയിൽ ഇരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായി കേരളത്തിന്റെ രാഷ്ട്രീയത്തിലോ അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ ഇടയിലോ സുപരിചിതനല്ലാത്തതും ബി.ജെ.പിയുടെ ഇവിടുത്തെ ഭൂമിശാസ്ത്ര പ്രത്യേകതകളൊന്നും അറിയാത്തതുമായിട്ടുള്ള ഒരു നേതാവായ രാജീവ് ചന്ദ്രശേഖരൻ എന്ന ബിസിനസ്സുകാരനെ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ അധ്യക്ഷനാക്കി മാറ്റിയപ്പോൾ എന്തായിരിക്കാം കേന്ദ്ര നേതാക്കന്മാർ പ്രതീക്ഷിച്ചത് എന്ന് മനസ്സിലാകുന്നില്ല. കേരളത്തിലുള്ള വിഭാഗീയതയുടെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എല്ലാവർക്കും സ്വീകാര്യനായിട്ടുള്ള ഒരാളാക്കി എല്ലാവരെയും ചേർത്ത് നിർത്താൻ സാധിക്കുന്ന ഒരു നേതാവായിട്ടോ ഒക്കെ രാജീവ് ചന്ദ്രശേഖരനെ അവതരിപ്പിക്കാമെന്നായിരിക്കാം കേന്ദ്ര നേതൃത്വം കണ്ടത്. പക്ഷെ ഇവിടെ വന്നതോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന തലത്തിലുള്ള നേതാക്കന്മാരുടെ ഇടയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമായിട്ട് മാറി എന്നുള്ളതാണ് വരാൻ പോകുന്ന നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയുടെ ഇപ്പോഴത്തെ ഒരു നിലപാട് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഭാരതീയ ജനതാ പാർട്ടിയിലെ ശക്തരായിട്ടുള്ള കൃഷ്ണദാസും അതുപോലെ തന്നെ മുരളീധരനും എം.ടി. രമേശും ഒക്കെ അടങ്ങുന്ന വലിയൊരു സംസ്ഥാന നേതൃത്വ നിര അവിടെ നിൽക്കുമ്പോൾ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരന്റെ വരവോടുകൂടി ഭാരതീയ ജനതാ പാർട്ടിയുടെ മുഖമല്ലാതിരുന്ന, യാതൊരു ബന്ധവുമില്ലായിരുന്ന പ്രതീഷ് വിശ്വനാഥനെ പോലെ, അതായത് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ചെറിയൊരു ചുമതല വഹിച്ചുകൊണ്ടിരിക്കുകയും അവിടെ നിന്ന് പുറത്താക്കപ്പെടുകയും അതിനുശേഷം ഹിന്ദു ഹെൽപ്പ് ലൈൻ എന്ന് പറയുന്ന ഒരു സംഘടന നടത്തുകയും അതിനിടയ്ക്ക് തുഗാഡിയ രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാനത്തെ മുഖമായി മാറുകയും ഈ സമയത്തെല്ലാം ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വവുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുകയും എന്നാൽ പരിവാർ സംഘടനകളൊന്നും തന്നെ അയലോകത്ത് അടുപ്പിക്കാത്തതുമായിട്ടുള്ള പ്രതീഷ് വിശ്വനാഥൻ, മുരളീധരൻ കേന്ദ്രമന്ത്രിയായപ്പോൾ മുളച്ചു പൊന്തിയ എസ് സുരേഷ്, അതുപോലെ ഈ കാലത്ത് ബി.ജെ.പിയിലേക്ക് വന്നു ചേർന്ന പി.സി. ജോർജിന്റെ മകനായിട്ടുള്ള ഷോൺ ജോർജ്, അനൂപ് ആന്റണി, അങ്ങനെ കേരള രാഷ്ട്രീയത്തിലോ കേരളത്തിലെ ബി.ജെ.പി. പ്രവർത്തകരുടെ ഇടയിലോ യാതൊരു വിധത്തിലുള്ള സ്വാധീനവും സൃഷ്ടിക്കാൻ സാധിക്കാത്ത ഒരു വിഭാഗം ആളുകൾ ചേർന്ന് ബി.ജെ.പിയുടെ
നയരൂപീകരണവും ഭാരവാഹി നിർണയവും നടത്തുന്നു എന്നുള്ളതാണ് BJPയുടെ പല നേതാക്കന്മാരുടെയും ബുദ്ധിമുട്ടുണ്ടാക്കിയ, അല്ലെങ്കിൽ അത് അവർക്ക് എന്തെങ്കിലും വിഷമമുണ്ടാക്കിയ ഒരു കാര്യം. ഈ കഴിഞ്ഞ ദിവസം നടത്തിയ കോർ കമ്മിറ്റി യോഗത്തിൽ, ഓൺലൈനായി ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ പോലും നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി സ്വീകരിക്കേണ്ട നടപടികളോ നയങ്ങളോ എന്തായിരിക്കണമെന്ന് പോലുമുള്ള ഒരു നിശ്ചയം നടത്താൻ സാധിച്ചില്ല. രാജീവ് ചന്ദ്രശേഖരന്റെ അഭിപ്രായത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി വേണ്ട എന്നുള്ളതാണെങ്കിൽ, വി മുരളീധരനും മറ്റ് നേതാക്കന്മാരും പറയുന്നത് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രയൽ റണ്ണാണ് നിലമ്പൂരിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ശക്തമായിട്ട് അവരുടെ വാദഗതികളെ മുൻനിർത്തിക്കൊണ്ട് അവിടെ മത്സരിക്കണമെന്നുള്ളതാണ് ആ അഭിപ്രായം. പക്ഷേ എങ്കിൽ പോലും തുടക്കത്തിൽ തന്നെ പടലപ്പിണക്കങ്ങളും കല്ലുകടികളും നിറഞ്ഞ ഒരു സമയത്തുകൂടിയാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്. വളരെ ആവേശത്തോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ കാണുന്നത്. പക്ഷേ ഈ വരുന്ന ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിലപാടുകൾ സ്വീകരിക്കാൻ സാധിക്കാതെ വരുന്നതും വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളും ഒക്കെ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരുടെ ആശയ്ക്കും ആവേശത്തിനും എത്രത്തോളം മൂല്യമുണ്ടാകും എന്നുള്ളതും ഭാരതീയ ജനതാ പാർട്ടിക്ക് അല്ലെങ്കിൽ BJPക്ക് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരള രാഷ്ട്രീയത്തിൽ ഉയർത്താൻ സാധിക്കുന്ന എന്തായിരിക്കും മുദ്രാവാക്യം എന്നതും വളരെ പ്രശ്നം തന്നെ, സങ്കീർണം നിറഞ്ഞ ഒന്നാണ്. BJP 11 നിയമസഭാ മണ്ഡലങ്ങളെയാണ് പ്രധാനമായും പ്രതിദാനം ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും തൃശ്ശൂരും അടങ്ങുന്ന 2 ജില്ലകളിൽപ്പെടുന്ന 11 നിയോജക മണ്ഡലങ്ങളാണ് വളരെ നിർണായകമായ നിയോജക മണ്ഡലങ്ങളായിട്ട് പാർട്ടി കാണുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു നേതൃത്വ നിരയും ആ നേതൃത്വത്തിന് ഈ പാർട്ടിയിലും ഈ തെരഞ്ഞെടുപ്പിലും എന്ത് സ്വാധീനമാണ് ചെലുത്താൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. നമസ്തേ.